ആക്കോ പറഞ്ഞ ആ പോയിന്റ് നിലനിൽക്കുന്നതാണോ? പ്രത്യേകിച്ച് ഡോക്ടറുടെ മൊഴിയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും തമ്മിൽ പരസ്പര വൈരുദ്ധ്യമുള്ളപ്പോൾ. ലീഗലായിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആക്സെപ്റ്റ് ചെയ്തോട്ടെ, പക്ഷേ ഡോക്ടറുടെ മൊഴിയും പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റും തമ്മിലുള്ള പരസ്പര വൈരുദ്ധ്യം തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പോയിന്റാണ് സർ. സോ യു ആർ ഇൻ ദ ഗെയിം. പ്രൊസീഡ് ചെയ്യാൻ തീരുമാനിച്ചു അല്ലേ? അതെ സർ. പ്രത്യേകിച്ച് ഇന്നലെ രാത്രി നടന്ന സംഭവം ദാറ്റ് ഹാസ് ആക്സലറേറ്റഡ് മൈ ഡൗട്ട്സ് ഇൻ ദിസ് കേസ്. പോലീസുകാരനാവുമ്പോൾ പല വിരോധികളും ഉണ്ടാവില്ലേ? ഉണ്ടാവാം സർ, പക്ഷേ ഈ പ്രത്യേക സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ മറ്റൊരു തരത്തിലാവാൻ വഴിയില്ല. വെൽ ദെൻ യു പ്രൊസീഡ്. യെസ് സർ. സേതുവിനെ അസിസ്റ്റ് ചെയ്യാൻ വേറെ ആര് വേണം കൂടെ? I prefer Circle Inspector Harry and Sub Inspector Vikram. Okay. Send Harry and Vikram. അവിടുത്തെ DAG എന്റെ പഴയ സുഹൃത്താ. നിങ്ങൾ ആദ്യം അദ്ദേഹത്തെ മീറ്റ് ചെയ്യണം. He will do the needful. Sir. Vikram, Harry. Yes, sir. Sethu wants you to assist him in this case. What do you say? With pleasure, sir. Sethu, please carry on. Thank you, sir. Now this is your property. ഈ കേസിനെ സംബന്ധിച്ചുള്ള എല്ലാ റെക്കോർഡ്സും ഇതിലുണ്ട്. CBI ഈ കേസിൽ ഇടപെടുന്നത് ഒരിക്കലും ലോക്കൽ പോലീസിന് രുചിക്കുന്ന ഒരു ഏർപ്പാടല്ല എന്നെനിക്കറിയാം. എന്നാലും ഉത്തരവാദിത്തപ്പെട്ട ഓഫീസേഴ്സ് എന്ന നിലയ്ക്ക് എനിക്കും എന്റെ സഹപ്രവർത്തകർക്കും ആ ജോലി ഭംഗിയായി പൂർത്തിയാക്കണമെന്നുണ്ട്. അതിന് സാറിന്റെ പരിപൂർണ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. Of course, I will do my best. Thank you, sir. ഇത് മിസ്റ്റർ ദേവദാസ്. ഇത് CBI DSP മിസ്റ്റർ സേതുരാമയ്യർ. സ്വാമിയാണല്ലേ? അതെ. അവിടെ ഇടൂ. Fine, thank you. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ന് വൈകുന്നേരം 3 മണിക്ക് കുമാരപുരം പഞ്ചായത്തിന്റെയും കേരള ആരോഗ്യ വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന മലമ്പനി നിരോധന പ്രചരണ വാരം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നതാണ്. നിങ്ങളുടെ രക്തം പരിശോധിക്കുക, മലമ്പനി തടയുക. നാളെ മുതൽ ഒരാഴ്ച കാലത്തേക്ക് ഹെൽത്ത് സർവീസ് ഉദ്യോഗസ്ഥന്മാർ കുമാരപുരം പഞ്ചായത്തിൽ വീടുകളിൽ രക്തം പരിശോധന നടത്തുന്നതായിരിക്കും. നാട്ടുകാരെ, നിങ്ങൾ ദയവായി സഹകരിക്കുക, നിങ്ങളുടെ രക്തം പരിശോധനയ്ക്ക് വിധേയമാക്കുക. ഏതൊക്കെയാ മുറികള്? ഒന്ന് ഇതാണ് സാർ, ഒന്ന് മുകളില്. വിക്രം, ഇതിങ്ങിതാ, ഇതങ്ങ് മേളിൽ കൊണ്ടു. CBIക്കാർ ഗസ്റ്റ് ഹൗസിൽ താമസമാക്കി ഇറങ്ങിയ പിന്നെ അപ്പച്ചന് വല്ലാത്തൊരു ഭയം. എന്തിനാ ഭയപ്പെടുന്നത്? അവരെത്ര ചോദിച്ചാലും നിങ്ങൾ നിങ്ങളുടെ മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കണം. ഉറച്ചു നിന്നാൽ അവർക്കൊരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല. സാമ്പാർ സാധനം തൈര് സാധനം തിന്നുന്നവനെയൊക്കെ മർഡർ കേസ് അന്വേഷിക്കാൻ വിട്ടാൽ വല്ലതും നടക്കുവോ? സാറ് അവരെ കണ്ടോ? ഉവ്വ കണ്ടു, പരിചയപ്പെട്ടു. DIG ഓഫീസിൽ വെച്ച്. സണ്ണി അകത്തുണ്ട്, അങ്ങോട്ട് കൊടുത്തേക്ക്. എങ്ങനെയുണ്ടായിരുന്നു കച്ചവടം? തരക്കേടില്ലായിരുന്നു. എന്നാ ഞാൻ പോട്ടെ. ശരി. ഞാൻ ഇറങ്ങുന്നു. താനീ വന്ന്. അപ്പോഴേ താൻ ആ ബാക്കിയൊന്നും ഏർപ്പാട് ചെയ്തു തരണം. ഇന്നാള് തന്നതല്ലേ? തന്നു, ഇനിയും തരണം. ഇതിനങ്ങനെ റേറ്റ് ഒന്നുമില്ല. ഇതിനൊരു അവസാനമില്ലേ? എനിക്ക് വയ്യ അവസരത്തിനോട് പറയാം. അതൊന്നും പറഞ്ഞാൽ നടപ്പില്ല. എനിക്ക് നാളെ ഉച്ചയ്ക്ക് മുമ്പ് കിട്ടണം. പിന്നെ കൊലപാതകം ആത്മഹത്യയാക്കാനും ആത്മഹത്യ കൊലപാതകമാക്കാനും എനിക്ക് കഴിയും. ഏതായാലും നാളെ ഉച്ചയ്ക്ക് ഞാൻ തന്നെ വിളിക്കും. എന്നെ വിളിക്കണ്ട. തന്നെ മാത്രമേ വിളിക്കൂ. വണ്ടി ഇടറോ. എന്താടോ? ഒന്നുമില്ല. എനിക്കറിയാവശ്യപ്പെട്ട അയാൾ എന്താ പറഞ്ഞതെന്ന്. അയാൾ മെയിൻ റോഡിൽ 10 സെന്റ് സ്ഥലവും ഒരു ബിൽഡിംഗും വാങ്ങിക്കാൻ കരാർ ഉറപ്പിച്ചിട്ടുണ്ട്. അതിന്റെ പേയ്മെന്റ് അടുത്ത് കാണും. ഞാനും ഇറങ്ങുക. അപ്പോഴേ ഔസേപ്പച്ച, എന്റെ അംബാസഡർ പണി കഴിഞ്ഞ് വർഷാപ്പിൽ കിടക്കുക. അയാൾ ഇന്നും വിളിച്ചിരുന്നു. എനിക്ക് അല്പം സാവകാശം തേണ്ട അലക്സേ, ഞാൻ ചെയ്യാം. എന്ന് പറഞ്ഞാൽ എങ്ങനെ ഔസേപ്പച്ച? ഞാൻ രാവിലെ മോനെ ഓഫീസിലോട്ട് അയക്കും. എടോ താൻ കൂടെ വാ, എന്നെ ഒന്ന് വീട്ടിലോട്ട് ഡ്രോപ്പ് ചെയ്തേക്ക്.
ചെല്ലേ. ശല്യം. ആ എസ്റ്റേറ്റ് വാങ്ങാൻ വരാമെന്ന് പറഞ്ഞവന്മാരെ കണ്ടില്ലല്ലോ. നാളെ നീ ഇവനും കൂടെ അവിടെ വരെ ഒന്ന് പോണം. അന്ന് നമ്മൾ പറഞ്ഞ എമൗണ്ടിൽ നിന്ന് കുറച്ച് കുറഞ്ഞാലും വേണ്ടി. എന്തിനാ അപ്പച്ച അങ്ങനെ വെക്കുന്നത്? ആവശ്യക്കാർ ഇങ്ങോട്ട് വരട്ടെ. നിന്നോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ? നീ ഒരുത്തം കാരണമാ. ജോണിക്കുട്ടി, നീ അവിടെ പോയി അതിനുള്ള ഏർപ്പാടുണ്ടാക്കണം. അസലായിരിക്കുന്നു ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും എന്ന് തന്നെ മതി അല്ലേ വിക്രം? അതെ അതെ. എന്നും ഇത് മതിയെന്ന് അദ്ദേഹം പറയും. പക്ഷെ ഞാൻ കൊല്ലോ ഇച്ചിരി കടിച്ചു പറിക്കണം. കടിച്ചു പറിക്കാൻ? എടോ ഇച്ചിരി മീൻ ഇറച്ചി വേണം. വിക്രം, വിക്രം, നാളെ നമ്മുടെ ജോലി ആരംഭിക്കണം. ഐ വിൽ എക്സ്പ്ലെയിൻ ദ മോഡസ് ഓപ്പറാൻഡി. അതായത് നമ്മൾ ഈ കേസ് അന്വേഷിക്കുന്നത് 3 സ്റ്റേജുകളിലായിട്ടായിരിക്കണം. ആദ്യമായിട്ട് നമുക്ക് അന്വേഷിക്കേണ്ടത് ക്രൈം 25/86 ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജിൽ ഏതെങ്കിലും വിധത്തിലുള്ള കറപ്ഷൻ നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ CBI കേസ് അന്വേഷിക്കുന്നതിൽ പ്രസക്തിയുള്ളൂ. അന്വേഷണത്തിന്റെ 2ാം ഘട്ടം ഓമനയുടെ മരണം കൊലപാതകമാണോ അതോ ആത്മഹത്യയാണോ എന്നുള്ളതാണ്. ആത്മഹത്യയാണെങ്കിൽ നമ്മുടെ ജോലി എളുപ്പം തീരും. മറിച്ച് കൊലപാതകമാണെങ്കിൽ നമ്മുടെ യഥാർത്ഥത്തിലുള്ള തലവേദന ആരംഭിക്കാൻ പോകുന്നത് അപ്പോഴാണ്. അവിടെ നമ്മുടെ അന്വേഷണത്തിന്റെ 3ാം ഘട്ടം ആരംഭിക്കും. നമുക്ക് കിട്ടിയിട്ടുള്ള പോലീസിന്റെ കേസ് ഡയറിയെന്ന് ഏറെ ഒന്നും പ്രതീക്ഷിക്കേണ്ട. ഏത് കേസും വളച്ചൊടിക്കാൻ മിടുക്കന്മാരായ സാറന്മാരാണ് ഈ കേസും അന്വേഷിച്ച് റെഫർ ചെയ്തിരിക്കുന്നത്. എനിക്ക് തലവേദന ഇപ്പോഴേ തുടങ്ങി. അത് പതിവ് കഴിക്കാത്തതിൻ്റെതാ. പറയുന്നത് ശ്രദ്ധിക്ക്. വിക്രം, നാളെ നിങ്ങൾ ഈ നാട്ടിൻ പുറത്ത് ആകെ ഒന്ന് കറങ്ങണം. ഔസേപ്പച്ചന്റെ ബിസിനസിനെ കുറിച്ചും മറ്റും എല്ലാ കാര്യങ്ങളും അന്വേഷിക്കണം. കഴിയുമെങ്കിൽ അയാൾക്ക് ഏതൊക്കെ ബാങ്കിലാണ് അക്കൗണ്ട് ഉള്ളത്, ആരൊക്കെയാണ് അയാളുടെ അടുത്ത സുഹൃത്തുക്കള് എന്നൊക്കെ. ഞാൻ അത് രാവിലെ ഈ കേസ് ആദ്യം അന്വേഷണം നടത്തിയിരുന്ന DYSP മിസ്റ്റർ വർമ്മയെ കാണാൻ പോകും. ഹാരി ഇവിടുത്തെ ടെലിഫോൺ എക്സ്ചേഞ്ചിൽ പോണം. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ഞാൻ സേതുരാമൻ, CBI എന്നാണ്. ഇരിക്കൂ. താങ്ക്സ്. ഇവിടെ എത്തിയ വിവരം പറഞ്ഞു. കേസ് അന്വേഷണം ആരംഭിക്കുന്നതിന് മുമ്പ് സാറിനെ ഒന്ന് കണ്ടേക്കാമെന്ന് കരുതി. മാത്രമല്ല 1-2 ഡൗട്ട്സും ഒക്കെ ഉണ്ട്. പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറുടെ മൊഴിയിൽ എന്തോ കോൺട്രഡിക്ഷൻസ് ഉള്ളതായിട്ട് ആ കോൺസ്റ്റബിൾ ചാക്കോ പറഞ്ഞു. സാർ ആ ഡോക്ടർ വീണ്ടും ക്വസ്റ്റ്യൻ ചെയ്തിരുന്നോ? അതിനു മുൻപ് അവരെന്നെ തട്ടിയില്ലേ? സാറിന് ആരെങ്കിലും സംശയമുണ്ടോ? സംശയിക്കണമെങ്കിൽ ആരെ വേണമെങ്കിലും സംശയിക്കാം. എല്ലാവരുടെ മൊഴികളിലും ഉണ്ടായിരുന്നു ലൂപ്പ് ഹോൾസ്. ഞാൻ എന്റെ ഫസ്റ്റ് റൗണ്ട് ഇൻവെസ്റ്റിഗേഷൻ തന്നെ കംപ്ലീറ്റ് ചെയ്തിരുന്നില്ല. അതിനു മുമ്പ് തന്നെ അവർക്ക് എന്റെ അന്വേഷണത്തിൽ പന്തികേട് തോന്നിക്കാണും. ഒരു സുപ്രഭാതത്തിലൊരു ഓർഡർ, എനിക്ക് റൂറലിലേക്ക് ട്രാൻസ്ഫർ. ഹോം ഡിപ്പാർട്ട്മെന്റ് അല്ലേ, പലതും നടക്കും. ആര് ചോദിക്കാനാ? മിസ്റ്റർ സേതു, ഐ വിൽ ഡു വൺ തിങ്. എന്റെ അന്വേഷണത്തിന്റെ നിഗമനങ്ങൾ ഞാൻ എന്റെ പേഴ്സണൽ ഡയറിയിൽ കുറിച്ചിട്ടുണ്ട്. അത് ഓഫീസിലാണ്. ഞാനത് എത്തിക്കാം. വലിയ പ്രയോജനമൊന്നും ഉണ്ടാവും തോന്നുന്നില്ല. ഇറ്റ് വിൽ ബി വർത്ത് എ റെഫറൻസ്. ശരി സർ, ഞാൻ ഗസ്റ്റ് ഹൗസിൽ താമസം. പറയട്ടെ. ഭാര്യ ഇല്ലാത്തതുകൊണ്ടാ നിങ്ങൾ ആദ്യമായി വന്നിട്ട് ഒരു കപ്പ് കാപ്പി പോലും തരാഞ്ഞത്. ഇറ്റ്സ് ഓൾ റൈറ്റ്. മിസ്റ്റർ സേതു, എനിക്ക് കഴിയാത്തത് നിങ്ങൾക്ക് കഴിയട്ടെ. ഐ വിഷ് യു ഓൾ സക്സസ്. താങ്ക് യു സർ. യെസ്, ഇരിക്കും. താങ്ക് യു. DYSP സേതുരാമൻ സാർ നന്നായിച്ചതാ. KA ഔസേപ്പ്, ടെലിഫോൺ നമ്പർ 326 and 324. കിളിവാതുക്കൽ പ്ലാന്റേഷൻസ് ആൻഡ് കൺസ്ട്രക്ഷൻസ്, ടെലിഫോൺ നമ്പർ 421. ജോയ് മാത്യു, ടെലിഫോൺ നമ്പർ 376. K. നാരായണൻ 388. സണ്ണി ഔസേപ്പ് 342. ഈ നമ്പറുകളും പേരുകളും ഈ എക്സ്ചേഞ്ചിൽ തന്നെ ഉള്ളതല്ലേ? അതെ. 1987 ജൂണിൽ തുടങ്ങി നവംബർ വരെ ഈ നമ്പറുകളിൽ നിന്നും വിളിച്ചിട്ടുള്ള ട്രങ്ക് കോളുകളുടെ ഡീറ്റെയിൽസ് എനിക്ക് വേണം. അതിപ്പോ ടെലിഫോൺ ബില്ലിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവില്ലേ? ഉണ്ട്. അതിന്റെ കോപ്പി മതി. ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി തരുന്നതിൽ ബുദ്ധിമുട്ടില്ല, പക്ഷെ ഒറിജിനൽ കണ്ടുപിടിക്കാൻ സ്വല്പ സമയമെടുക്കും. അത് സാരമില്ല. ഇഫ് യു ഡോണ്ട് മൈൻഡ് ഐ വിൽ വെയിറ്റ്. ഓക്കെ. ആ റെക്കോർഡ് റൂമിന്റെ താക്കോലി കൊണ്ടുവരൂ. ശരി സർ. മിസ്റ്റർ ഹാരി എവിടെ താമസം? ഗസ്റ്റ് ഹൗസിലാ.
ഔസേപ്പൻ കമ്പനി കിളിവാതിക്കൽ പ്ലാന്റേഷൻസ്. എന്താ മുതലാളി ഒന്ന് കാണണം. മുതലാളി ഇവിടെ ഇല്ല. കഴിഞ്ഞല്ലോ, കണ്ടേ പറ്റത്തുള്ളൂ. ഞാനും കൂടി ഒന്ന് ഇരുന്നോട്ടെ. മനസ്സിലായില്ല. എന്റെ പേര് വിഷ്ണു നമ്പൂതിരി എന്നാ. മേമന ഇല്ലത്തൂന്നാ. അല്പ വടക്ക. BA വരെ പഠിച്ചിട്ടുണ്ട്. തഞ്ചാവൂർ ബാങ്കിലാണ് ജോലി. അതിന് ഞാനെന്ത് വേണം? ഞങ്ങളുടെ ബാങ്ക് ഇവിടെ ഒരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതിന് 4 പേരോട് പറഞ്ഞാൽ കേൾക്കാൻ കൊള്ളാവുന്ന കുറച്ച് അക്കൗണ്ട്സ് ഞങ്ങൾക്ക് വേണം. ഞാൻ അന്വേഷിച്ചപ്പോ KA ഔസേപ്പ് ആൻഡ് ഗ്രൂപ്പാണ് ഈ സ്ഥലത്തെ പ്രഗത്ഭന്മാരെന്ന് അറിഞ്ഞു. നിങ്ങളുടെ കമ്പനിയുടെ കുറച്ച് ബിസിനസ് ഞങ്ങൾക്ക് തരണം. അതിന് എന്നെ കണ്ടിട്ട് എന്താ കാര്യം? മുതലാളിമാരെ കാണണം. കണ്ടു. അവര് പറഞ്ഞു അവർക്ക് ഒന്നും അറിയില്ല എന്ന്. അവരുടെ ബിസിനസ് മുഴുവൻ സാറാണ് നടത്തുന്നത്. അത് ശരിയാ. പക്ഷേ ഞങ്ങൾക്ക് ഒരുപാട് ഫെസിലിറ്റി തരുന്നവരാണ് ഓറിയന്റൽ ബാങ്കും സ്റ്റേറ്റ് ബാങ്കും. കൂടാതെ ഔസേപ്പച്ചൻ ഓറിയന്റൽ ബാങ്കിന്റെ ഡയറക്ടർമാരിൽ ഒരാളാണ്. അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാ KA ഔസേപ്പ് ആൻഡ് ഗ്രൂപ്പ് നിങ്ങൾക്ക് ബിസിനസ് തരുന്നത്? അപ്പോ നിങ്ങളുടെ ബിസിനസ് മുഴുവൻ ഓറിയന്റൽ ബാങ്കിലാണല്ലേ? ഭൂരിഭാഗവും. പിന്നെ ഗവൺമെന്റ് കോൺട്രാക്ടർ ഉള്ളത് കൊണ്ട് സ്റ്റേറ്റ് ബാങ്കിലും ഉണ്ട്. സ്റ്റേറ്റ് ബാങ്കിലും ഉണ്ടോ? ശരി ശരി. എന്നാലേ സാറിന്റെ ഒരു SB അക്കൗണ്ട് എങ്കിലും ഞങ്ങൾക്ക് തരണം കേട്ടോ. ഒരു ഐശ്വര്യത്തിന് വേണ്ടിയാണ്. അത് വേണമെങ്കിൽ ആലോചിക്കാം. അപ്പോ ഇല്ലത്തുനിന്ന് ഇറങ്ങിയിട്ട് ഉദ്ദേശിച്ച കാര്യം അങ്ങോട്ട് സാധിച്ചു. അത് കൊള്ളാം. അവർക്ക് സംശയം തോന്നില്ല. അപ്പോ ഓറിയന്റൽ ബാങ്കിലാണ് അവരുടെ മെയിൻ അക്കൗണ്ട്സ് അല്ലേ? നാളെ നമുക്ക് അവിടെ വരെ പോവാം. കിട്ടിയാ? യെസ് സർ. ഇതിൽ നാരായണന്റെ നമ്പറിൽ നിന്നാണല്ലോ ഏറ്റവും കൂടുതൽ കോളുകൾ. അതെ സർ. അപ്പൊ ചാക്കോ പറഞ്ഞത് ശരിയാ. നമുക്ക് നാരായണ ഒന്ന് കണ്ടല്ലേ? എന്താ? നാരായണൻ സാറില്ലേ? ഉണ്ട്. ടെലഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുക. നിങ്ങളാരാ? അനിരുദ്ധൻ, ബ്ലോക്ക് ഓഫീസിൽ നിന്നാ. അദ്ദേഹത്തെ ഒന്ന് കാണണം. സാറ് ഫോൺ ചെയ്തോണ്ടിരിക്കുകയാണെന്നേ. വളരെ അത്യാവശ്യമാണെന്ന് പറയുഞ്ഞേ. ചെല്ല്. ഡോക്ടറോ? ഡോക്ടർ ഞാൻ വിളിച്ചെന്ന് പറഞ്ഞേ. അയ്യോ, ഡോക്ടർ എന്താ പേടിക്കുന്നേ? ധൈര്യമായിട്ടിരിക്കണം. ഇവിടെ ഗസ്റ്റ് ഹൗസിലാ താമസം. എന്റെ ഡോക്ടറെ ഇപ്പൊ സൂക്ഷിക്കാൻ ഒന്നുമില്ല. അതൊക്കെ പണ്ട്. ഇപ്പൊ ഉള്ളത് മുഴുവൻ പേടാ. ഇല്ല, ഇവിടെ വന്നില്ല. അവിടെയും ചെന്നില്ലെന്നാ ഔസേപ്പച്ചൻ പറഞ്ഞത്. ഓ, എന്ത് സംഭവിക്കാൻ? പിന്നെ കാണാ. ബ്ലോക്ക് ഓഫീസിൽ നിന്നാരോ കാണാൻ വന്നിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് വരാനിരിക്കായിരുന്നു. ബ്ലോക്കിൽ TNTD വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. മേൽത്തരം വാഴത്തൈകളും വന്നിട്ടുണ്ട്. പട്ടാഭിരാമ സാറാണ്. മറ്റും പലപ്പോഴും അവർ താമസിക്കുന്ന വീടുകളിലേക്കും ഗസ്റ്റ് ഹൗസിലേക്കും ഒക്കെ വിളിച്ചിട്ടില്ലേ? ആരാണ് സാർ എന്നെ പറ്റി വേണ്ടാത്ത അസംബന്ധമൊക്കെ പറഞ്ഞു തന്നത്? എനിക്കൊരു മന്ത്രിയും പരിചയമില്ല. ഞാൻ ആരെയും വിളിച്ചിട്ടുമില്ല. 388 നിങ്ങളുടെ ഫോൺ നമ്പർ അല്ലേ? അതെ. നിങ്ങൾക്ക് ഒരു സ്വാധീനവും ഇല്ല അല്ലേ? ജൂൺ 30 മുതൽ നവംബർ 30 വരെ ഈ നമ്പറിൽ നിന്നും ചെയ്തിട്ടുള്ള ട്രങ്ക് കോൾ ബില്ലുകളുടെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പിയാണ് അതിലുള്ളത്. നാരായണ, തന്റെ വണ്ടി ഇപ്പോഴും റോങ് സൈഡിൽ തന്നെ. ബി കെയർഫുൾ.